നൈൽ നദി ഈജിപ്തിന് എപ്രകാരമാണോ അതുപോലെ തന്നെ ദക്ഷിണേഷ്യയുടെ ഭൂപടത്തിൽ ഗംഗയും പത്മയും വെറുമൊരു ജലസ്രോതസ്സുകളല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ സംസ്കാരവും ഉപജീവനവും ഇഴചേർന്ന് കിടക്കുന്ന ജീവനാഡിയാണ്. 1996 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പിട്ട ചരിത്രപരമായ ഗംഗാ ജല ഉടമ്പടി അതിൻ്റെ 30ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും പരിസ്ഥിതി നയങ്ങളിലും നിർണായകമായ ഒരു ഘട്ടത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 2026 ഡിസംബറിൽ കാലാവധി അവസാനിക്കുന്ന ഈ കരാർ പുതുക്കുന്നതിനായുള്ള ഔദ്യോഗിക ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമായി കഴിഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഗംഗാ പത്മ നദികളിലെ ജലനിരപ്പ് സംയുക്തമായി പരിശോധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് വെറുമൊരു സാങ്കേതിക നടപടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഈ മേഖലയിലെ സമാധാനവും സാമ്പത്തിക ഭദ്രതയും നിർണ്ണയിക്കുന്ന വലിയൊരു പ്രക്രിയയുടെ ആദ്യ ചുവടുവയ്പ്പാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ജലതർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1947 വിഭജനത്തിന് ശേഷം കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദികളുടെ നിയന്ത്രണം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന നയതന്ത്ര വെല്ലുവിളികളായിരുന്നു. 1975 പശ്ചിമ ബംഗാളിലെ ഫറാക്കയിൽ ഇന്ത്യ ഒരു ബാരേജ് നിർമ്മിച്ചതോടെയാണ് തർക്കം വഷളായത്. കൊൽക്കത്ത തുറമുഖത്തെ മണ്ണിടിഞ്ഞുകൂടലിൽ നിന്ന് രക്ഷിക്കാനും ഹൂഗ്ലി നദിയിലെ നീരൊഴുക്ക് നിലനിർത്താനുമായിരുന്നു ഫറാക്ക ബാരേജ് ലക്ഷ്യമിട്ടത്. എന്നാൽ വേനൽക്കാലത്ത് ബംഗ്ലാദേശിലേക്കുള്ള ജലലഭ്യത ഇത് വൻതോതിൽ കുറയ്ക്കുമെന്ന് അന്നത്തെ കിഴക്കൻ അയൽക്കാർ ഭയപ്പെട്ടു. ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് ശേഷം 1972 രൂപീകരിച്ച ഇൻഡോ ബംഗ്ലാദേശ് ജോയിൻ്റ് റിവർ കമ്മീഷൻ വഴി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടന്നെങ്കിലും 1996 HD ദേവഗൌഡയും ഷെയ്ഖ് ഹസീനയും ചേർന്ന് ഒപ്പിട്ട 30 വർഷത്തെ കരാറാണ് ഈ വിഷയത്തിൽ താരതമ്യേനയുള്ള ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവന്നത്. ഈ ഉടമ്പടിയുടെ പുതുക്കൽ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് സങ്കീർണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന ഇന്ത്യാവിരുദ്ധ വികാരങ്ങളും ചർച്ചകളെ ബാധിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹാർഡിഞ്ച് ബ്രിഡ്ജിന് സമീപവും ഫറാക്ക പോയിന്റിലും ജലമാപിനികൾ സ്ഥാപിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. മെയ് 31 വരെ നീണ്ടു നിൽക്കുന്ന ഈ ജലപരിശോധന പുതിയ കരാറിലെ കണക്കുകൾ നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. ഇരു രാജ്യങ്ങളും തമ്മിൽ 54 അന്താരാഷ്ട്ര നദികൾ പങ്കിടുന്നുണ്ടെങ്കിലും ഗംഗാജലത്തിൻ്റെ വിതരണം വൈകാരികവും രാഷ്ട്രീയവുമായി ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കൃഷിയും മത്സ്യബന്ധനവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബംഗ്ലാദേശിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ പത്മ നദിയെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ നിലനിൽപ്പും പശ്ചിമ ബംഗാളിലെ കൃഷിയും ഈ ജലലഭ്യതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ഈ ഉടമ്പടിയുടെ ചർച്ചകളിൽ പുതിയൊരു മാനമായി കടന്നു വരുന്നുണ്ട്. 30 വർഷം മുമ്പ് കരാർ ഒപ്പിടുമ്പോൾ ഉണ്ടായിരുന്ന ജലലഭ്യതയല്ല ഇന്ന് ഗംഗയിലുള്ളത്. ഹിമാലയൻ ഹിമാനികളുടെ ഉരുകലും മഴ ലഭ്യതയിലെ അസ്ഥിരതയും നദിയിലെ നീരൊഴുക്കിനെ ബാധിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ജലലഭ്യത കുറയാൻ സാധ്യതയുള്ളതിനാൽ ലഭ്യമായ ജലം എങ്ങനെ നീതിപൂർവം പങ്കിടാം എന്നത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരുപോലെ വലിയ വെല്ലുവിളിയാണ്. പഴയ കരാറിലെ പല വ്യവസ്ഥകളും ഇന്നത്തെ പരിസ്ഥിതി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന വാദവും ഉയരുന്നുണ്ട്. നദികളിലെ എക്കൽ അടിഞ്ഞുകൂടലും അന്തർസംസ്ഥാന നദീജല തർക്കങ്ങളും ഇന്ത്യക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ സർക്കാർ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആശങ്കകൾ കേന്ദ്ര സർക്കാരിന് പരിഗണിക്കേണ്ടി വരും. നയതന്ത്ര തലത്തിൽ നോക്കിയാൽ ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് അതിൻ്റെ ഏറ്റവും അടുത്ത അയൽരാജ്യവും സാമ്പത്തിക പങ്കാളിയുമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിക്കും സുരക്ഷയ്ക്കും ബംഗ്ലാദേശുമായുള്ള ഊഷ്മളമായ ബന്ധം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ജലം പങ്കിടുന്ന കാര്യത്തിൽ ഉദാരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുണ്ട്. എന്നാൽ ആഭ്യന്തരമായ ആവശ്യങ്ങളെ ബലികഴിപ്പിച്ചുകൊണ്ട് അത്തരമൊരു തീരുമാനം എടുക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ്. മറുവശത്ത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത ശബ്ദങ്ങൾ ഉയരുന്നത് ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ബംഗ്ലാദേശിൽ നൽകുന്ന പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടുത്തെ നിലവിലെ കലുഷിതമായ അന്തരീക്ഷത്തിൻ്റെ സൂചനയാണ്. ഗംഗാജല ഉടമ്പടി പുതുക്കുന്നത് കേവലം ഒരു ജലവിതരണ കരാറല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ സഹകരണത്തിൻ്റെ മാതൃകയായാണ് ലോകം നിരീക്ഷിക്കുന്നത്. ഈ ചർച്ചകൾ പരാജയപ്പെടുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ദശാബ്ദങ്ങളായുള്ള സൗഹൃദത്തിന് വിള്ളലേൽപ്പിക്കാൻ കാരണമായേക്കാം. ജലത്തിൻ്റെ അളവ് പരിശോധിക്കുന്നതിൽ ഇരു രാജ്യങ്ങളിലെയും സാങ്കേതിക വിദഗ്ധർ കാണിക്കുന്ന സഹകരണം ശുഭസൂചനയായാണ് നൽകുന്നത്. ഡേറ്റ കൈമാറ്റത്തിലും അതുപോലെ ശാസ്ത്രീയമായ പഠനങ്ങളിലും സുതാര്യത ഉറപ്പാക്കുന്നത് വഴി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. ജനങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകൾ നീക്കുന്നതിലും അതുപോലെ വസ്തുതാപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഈ സംയുക്ത പരിശോധനകൾ സഹായിക്കും. ഈ സന്ദർഭത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം പുതിയ ഉടമ്പടിയിൽ കാലാനുസൃതമായ എന്ത് മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തുക എന്നതാണ്. വെറും ജലവിഹിതം എന്നതിലുപരിയായി നദിയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, മലിനീകരണം നിയന്ത്രിക്കുക,
അതുപോലെ ഇൻലാൻഡ് വാട്ടർവേസ് വികസിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ കൂടി കരാറിൽ ഭാഗമാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ ഈ ഉടമ്പടിക്ക് കരുത്തുണ്ടാവുകയുള്ളൂ. ബംഗ്ലാദേശിലെ പത്മ നദിയിലും ഇന്ത്യയിലെ ഗംഗയിലും നടക്കുന്ന ഈ സംയുക്ത ജലമാപനം വരാനിരിക്കുന്ന ഒരു വലിയ നയതന്ത്ര വിജയത്തിൻ്റെ മുന്നോടിയാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നദികൾ രാജ്യങ്ങളെ വിഭജിക്കാനല്ല, മറിച്ച് ഒന്നിപ്പിക്കാനുള്ള പാലങ്ങളായി മാറണം. സഹകരണത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ കരാർ പുതുക്കാൻ സാധിച്ചാൽ അത് ദക്ഷിണേഷ്യയുടെ ഭാവിക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നീക്കങ്ങൾ എങ്ങനെയൊക്കെ പരിണമിക്കുമെന്ന് വരും മാസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.